കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. അമ്മേ ശരണം, ദേവീ ശരണം. നമസ്കാരം. ഞാൻ മൂടാമ്പാടി കണ്ണൻ പോറ്റി. 2015-16 കാലയളവിൽ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ മേശാന്തിയായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയാണ്. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേട്ട് അറിവ് വെച്ചിട്ട് ഏകദേശം 600 വർഷത്തിന് മുകളിൽ, അതായത് പഴയ ആൾക്കാർ പറഞ്ഞതും പല പല ദേവപ്രശ്നങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടതുമായ അറിവുകൾ വെച്ചിട്ട് 600 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. കളരി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം. അത് പിന്നീട് കാലക്രമേണ ഒരു മഹാക്ഷേത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ആദ്യകാലത്ത് ചൊവ്വ, വെള്ളി, ഞായർ അങ്ങനെ 3 ദിവസങ്ങളിൽ മാത്രമായിരുന്നു നട തുറക്കുന്നതും പൂജാദികൾ ഉണ്ടായിരുന്നതും. ഇപ്പോൾ എല്ലാ ദിവസവും തുറക്കുന്നുണ്ട്, എല്ലാ ദിവസവും തിരക്കുമുണ്ട്. എങ്കിലും ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ വളരെ അധികം ജനത്തിരക്കുണ്ടാകും. തെച്ചിപ്പൂമാല ചാർത്താം ചെമ്പരുത്തി പൂ നൽകാം. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. കേട്ടറിവ് വെച്ചിട്ടും ഈ ദേവപ്രശ്നങ്ങളിൽ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഉദ്ദേശം 650 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മണനായ ഒരു താപസി, വളരെ വിജ്ഞാന ശാസ്ത്രങ്ങളിലും വേദങ്ങളിലുമൊക്കെ വളരെ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണനായ ഒരു യോഗിവര്യൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്നു ഈ ഭഗവതി. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സന്തത സഹചാരിയായിട്ട് ഒരു കാരണവർ, നായർ സമുദായത്തിൽപ്പെട്ട ഒരു കാരണവരുണ്ടായിരുന്നു. ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹത്തിന്, ആ ബ്രാഹ്മണ യോഗിക്ക്, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയുടെ മൂലമന്ത്രം കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കാനും ഉപാസനാ രീതികൾ ഉപദേശിച്ചു കൊടുക്കാനും തോന്നിയിട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം, ഈ നായർ കാരണവർക്ക് ഈ മന്ത്രങ്ങളും ഉപാസനാ രീതികളുമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആ യാത്രാമധ്യേ അവർ കരിക്കകത്ത് കുറേ നാൾ താമസിക്കുകയും അവിടെയാണ് ഇനിയുള്ള കാലം ആ ഭഗവതിക്ക് ഒരു സങ്കേതം വേണ്ടത് എന്ന് മനസ്സിൽ തോന്നിയിട്ട് അവിടെ പച്ചപ്പന്തൽ കൊട്ടി ഓല, തെങ്ങോല, പച്ച ഓല എടുത്ത് മടൽ ചീകിക്കളഞ്ഞ് മെടഞ്ഞ് ഒരു ഓല കൊണ്ടൊരു ശ്രീകോല് പോലെ, ഇവിടെ ഈ ഭാഗത്തതിന് പച്ചപ്പന്തൽ എന്ന് പറയും, ശ്രീകോല് കെട്ടിയിട്ട് അവിടെ ഒരു ചെറിയ സംവിധാനത്തിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയുണ്ടായി. അതിൻ്റെ ആ ഒരു മൂലസ്ഥാനം ഇന്നും ക്ഷേത്രത്തിന് സമീപമുണ്ട്. കാട്ടിലെ വീടെന്ന് അതിന് പറയുന്നത്. ആദ്യം അവിടെ വെച്ചിട്ടായിരുന്നു, പിന്നീട്
കുറച്ചുകൂടെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ആദ്യകാലത്ത് കലമാൻ കൊമ്പിൽ വെള്ളി മുഖമൊക്കെ വെച്ചിട്ട് കലമാൻ കൊമ്പിൽ ആയിരുന്നു ആരാധന ഉണ്ടായിരുന്നത്. ഭഗവതിയുടെ ആരാധന കലമാൻ കൊമ്പിലായിരുന്നു ചാമുണ്ഡി ദേവി. പിന്നീട് എനിക്ക് തോന്നുന്നു 1997 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, 25-30 വർഷത്തിന് മേളിലായി ഒരു പ്രതിഷ്ഠ, പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയായിട്ട് വന്നത്. ആ കലമാൻ കൊമ്പൊക്കെ ദ്രവിച്ചു പോയി. അങ്ങനെ കാലപ്പഴക്കം കൊണ്ട് അതിന് ജീർണത സംഭവിച്ചത് കൊണ്ടും ഭക്തജനങ്ങൾക്ക് രൂപം കണ്ട് തൊഴുക എന്നുള്ള ആഗ്രഹം അങ്ങനെയൊക്കെ ഉള്ളത് വന്നതുകൊണ്ടും ദേവപ്രശ്നത്തിൽ അതിന് വിരോധമില്ല എന്നത് കണ്ടതുകൊണ്ടുമൊക്കെയാണ് അങ്ങനെ ഒരു പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയിലേക്ക് അത് മാറിയത്. പക്ഷെ അതിനുശേഷം ക്ഷേത്രത്തിന് വളരെയധികം ഉയർച്ച, 3 ദിവസം മാത്രം തുറന്നുകൊണ്ടിരുന്ന ക്ഷേത്രം നിത്യേന തുറക്കുന്നൊരു സംവിധാനത്തിലെത്തി. ജനത്തിരക്കും ഭക്തർക്കുള്ള അനുഭവങ്ങളും എല്ലാം കൂടി വളരെ വലിയൊരു മഹാക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ഗുരുനാഥരെയും കാത്തിടേണം, എന്നെ പൈതങ്ങളെയും അവരുടെ അമ്മയെയും അച്ഛനമ്മ ഗുരുനാഥരെയും കാത്തിടേണം, അച്ഛനമ്മ ഗുരുനാഥരെയും കാത്തിടേ. മേടം രാശി. കൃതയുഗ രാശിക്കാരായ ഇവർ സത്യം, ധർമ്മം, നീതി ഇവ പുലർത്തുന്നവരായിരിക്കും. അശ്വതി, ഭരണി, കാർത്തിക, മേടമാസത്തിൽ ജനിച്ചവർ ജന്മസംഖ്യ 961. ഇവർക്ക് ഗുണാനുഭവം കൂടും. കൃതയുഗ രാശിയിൽ ജനിച്ച എല്ലാ ജനങ്ങളും ദൈവകൽപ്പനയാലോ എന്ന് തോന്നുമാറ് അടുത്തു ചെന്ന് ധനം, ദ്രവ്യം ഇവ ഇഷ്ടാനുസരണം ലഭിക്കുന്നതാണ്. എല്ലായിടത്തും ഭാഗ്യാനുഭവം ലഭിക്കുന്നവരാണ്. മേടം രാശി ധാതുരാശിയാണ്. ധാതുമൂല ജീവന നക്ഷത്രക്കാരായ ഇവർ ഊർജ്ജസ്വലത ഏറുന്ന വർഷമാണ്. അധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കണമെന്നില്ല. അതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കരുതലോടെ മുന്നോട്ടു പോവുക. ലഗ്നാധിപന്റെ സഞ്ചാരം അതിനനുസരിച്ച് രക്തസമ്മർദ്ദപരമായ അസുഖങ്ങളും ഉണ്ടാകും. ശരീരത്തിന് ക്ഷീണമുണ്ടാകും. വിദേശയാത്രയ്ക്ക് പണം മുടക്കുമ്പോൾ സൂക്ഷിക്കണം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വീട്ടിൽ കലഹം നിയന്ത്രിക്കുക. നിങ്ങളുടെ ചലനം പ്രധാനമാണ്. കോപവും വികാരവും നിയന്ത്രിക്കാൻ ദൈവികമായ മന്ത്രങ്ങൾ ഉപയോഗിക്കുക. വരവിനേക്കാൾ ചിലവ് ഏറും. ആഡംബരങ്ങൾ ഒഴിവാക്കുക. വാഹനം, ഇലക്ട്രോണിക് സാധനങ്ങൾ ഇവ വാങ്ങുന്നതിന് 10 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം മതി. വിവാഹം, പ്രണയം എന്നിവ മുതിർന്നവരുടെ ഉപദേശപ്രകാരം മാത്രം നടത്തുക. അശ്വതി ജൂൺ മുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക നിയമനം ലഭിക്കും. ഭൂമി, ഗൃഹം, വാഹനം എന്നിവയ്ക്ക് യോഗം. മംഗളകാര്യങ്ങൾ നടക്കും. വിദേശ തൊഴിൽ ലഭിക്കും. ഭക്ഷണം, വ്യായാമം എന്നിവയിൽ ശ്രദ്ധിക്കണം. വ്യക്തമായ രേഖകളില്ലാതെ സാമ്പത്തിക സഹായം നൽകരുത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. ജാമ്യം നിൽക്കുന്നതും മധ്യസ്ഥം നിൽക്കുന്നതും ഒഴിവാക്കുക. തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക. ഉപരിപഠന യോഗം ലഭിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ രമ്യതയിലാകും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ബിസിനസ് മെച്ചപ്പെടും. യാത്രകൾ ആവശ്യമായി വരും. ഭരണി ജൂൺ മാസം മുതൽ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അവസരം ലഭിക്കും. പ്രവൃത്തിയിൽ ഉയർച്ച, ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിവാഹം നടക്കും. ശത്രുക്കൾ മൂലം ചില വിഷമങ്ങൾ ഉണ്ടാകും. അന്തസ്സിന് ചേരാത്ത പ്രവൃത്തി ചെയ്യരുത്. വിവാഹം, ഭൂമി, വീട് എന്നിവയ്ക്ക് യോഗമുണ്ട്. തൊഴിൽ ലഭിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പെൺകുട്ടികൾ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക. ഉചിത തീരുമാനങ്ങൾ ആലോചിച്ച ശേഷം മാത്രം എടുക്കുക. നാവ് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ദാമ്പത്തിക ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ഇടവം രാശി. കാർത്തിക, രോഹിണി, മകയിരം, ഇടവമാസത്തിൽ ജനിച്ചവർ ജന്മസംഖ്യ 27. ത്രേതായുഗ രാശിക്കാരായ ഇവർ ദ്രവ്യം കൊണ്ടു നടക്കുന്നവരല്ല. ഇവർ അവിടെവിടെ അലഞ്ഞുതിരിഞ്ഞ് ദ്രവ്യലാഭം ഉണ്ടാക്കും. കലാപരമായ താല്പര്യങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസം കൂടും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. വസ്തുക്കളുടെ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഔദ്യോഗിക രംഗത്ത് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രധാന രേഖകൾ 10 പ്രാവശ്യം സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമേ ഒപ്പുവെക്കാവൂ. ജൂലൈ വരെ ജോലി മാറ്റം നടത്താതിരിക്കുക. പുതിയ ജോലി ലഭിച്ചാലും അവിടെ അവസ്ഥ മനസ്സിലാക്കി മാത്രമേ പ്രവേശിക്കാവൂ. പ്രണയം തോന്നാൻ ഭാഗ്യമുണ്ട്. തന്നേക്കാൾ കുറഞ്ഞ സ്ഥാനമുള്ളവരുമായി അടുപ്പം പേരുദോഷത്തിന് ഇടയാക്കും. യാത്രകൾ അബദ്ധത്തിൽ ചാടും.
കലയുമായി നവഗ്രഹ ബന്ധം കാണുന്നതിനാൽ നവഗ്രഹ പ്രീതിയും അനുഷ്ഠാന കലകളും വഴിപാടുകളും നടത്തുക. ദേവതകളുടെ സംഗീതാർച്ചനകളും വീട്ടിൽ നടത്തുക. കാർത്തിക, ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കും. വീട് മോടി പിടിപ്പിക്കും. ദൂരദേശ ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. പ്രവൃത്തി രംഗത്ത് നിന്ന് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുകയില്ല. ആരെയും പരിധി കഴിഞ്ഞ് പ്രതീക്ഷിക്കുകയോ പ്രലോഭനങ്ങളിൽ അകപ്പെടുകയോ ചെയ്യരുത്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ശരിയായ തീരുമാനങ്ങളും പ്രായോഗികവും ആത്മാർത്ഥവുമായ സമീപനങ്ങളിലൂടെയും വിഷമതകൾ പരിഹരിക്കും. ജൂലൈ വരെ മത്സര പരീക്ഷകളിൽ ഏർപ്പെടാതിരിക്കുക. വ്യാപാര രംഗത്തുള്ളവർ തൊഴിലുകളുമായി സൗഹൃദപരമായി പെരുമാറി ആത്മാർത്ഥത പിടിച്ച് പറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ വ്യാപാരം പരാജയപ്പെടും. തുലാമാസത്തിൽ സർവാഭിഷ്ട സിദ്ധിയും ദോഷശാന്തിയും ലഭിക്കും. രോഹിണി, ഊഹാക്കച്ചവടത്തിൽ നേട്ടം. ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഭാഗ്യവർദ്ധന. രോഗദുരിതത്തിൽ നിന്നും മോചനം. പൂർവിക സ്വത്ത് വീതം വെച്ച് ലഭിക്കും. ഓഹരികളിൽ ഗൃഹനിർമ്മാണത്തിന് യോഗം. ഉപരിപഠനത്തിൽ പരാജയം. ജൂലൈക്ക് ശേഷം കാലം അനുകൂലമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജൂലൈ വരെ തടസ്സം വരാം. ഉദര സംബന്ധമായും നേത്ര സംബന്ധമായും രോഗത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ ഉണർവും ഉത്സാഹവും വർദ്ധിക്കാൻ സാഹചര്യം കാണുന്നുണ്ട്. മംഗല്യകാര്യത്തിൽ തടസ്സം നേരിടും. ഉദ്യോഗസ്ഥർക്ക് കുറ്റാരോപണ സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ദോഷം മാറി മിത്രങ്ങളായി മാറും. അഗ്നി, ആയുധം, വാഹനം, ഇലക്ട്രിസിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിക്കുക. സംശയവും അസൂയയും മനസ്സിൽ നിന്ന് മാറ്റുക. മിഥുനം രാശി, മകീരം, തിരുവാതിര, പുണർദം, മിഥുനമാസത്തിൽ ജനിച്ചവർ 7, 4, 3 ജന്മസംഖ്യ. ദ്വാപര രാശിയിൽ ജനിച്ചവർ ഇവർ സ്വന്തം ധനം കൊണ്ട് കച്ചവടം, കൃഷി മുതലായവ ചെയ്ത് ദ്രവ്യലാഭം ഉണ്ടാക്കും. അധ്വാനത്തിന്റെ ഫലം മൊത്തം കിട്ടില്ല. അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്ന വർഷമാണിത്. ആഡംബരം കൂടുതൽ കാണിക്കും. ഭൂമി, വാഹനം, ഗൃഹം, ആഭരണങ്ങൾ, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ജോലി സംബന്ധമായ ഉത്സാഹം, ദൂരദേശ യാത്ര, വിദേശയാത്ര എന്നിവയ്ക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മാന്ദ്യം സംഭവിക്കാം. നവഗ്രഹ ഭജനം നടത്തുക. വാമനമൂർത്തിയെ വിചാരിക്കുക. ശരീരചലനങ്ങളിൽ നിന്നും മാറ്റം വരുത്തി ബുദ്ധി വർദ്ധിപ്പിക്കുക. ഇതുവഴി ഭാഗ്യാനുഭവങ്ങൾ കൂടും. കച്ചവടത്തിലൂടെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ജൂലൈക്ക് ശേഷം പുതിയ ബിസിനസ്സിൽ ലാഭം കൂടും. പുതിയ സംരംഭങ്ങൾക്ക് അവസരം തേടിയെത്തും. സിനിമ, TV രംഗത്തുള്ളവർക്ക് അവസരങ്ങളും പ്രശസ്തിയും ലഭിക്കും. കുടുംബത്തിലെ വസ്തുവകകൾ കൈവശം വന്നു ചേരും. കുടുംബത്തിലെ ബന്ധങ്ങൾ ശിഥിലമാകാതെ സൂക്ഷിക്കുക. മകയിരം, പ്രവൃത്തി രംഗത്ത് പുരോഗതി, സാമ്പത്തിക നേട്ടം. നഷ്ടപ്പെട്ട പണമോ വിലപിടിച്ച വസ്തുക്കളോ ജൂൺ മാസത്തിന് ശേഷം കൈവശം വന്നു ചേരാൻ യോഗമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കുടുംബങ്ങളിൽ മംഗള കർമ്മത്തിന് സാധ്യതയുണ്ട്. കേസുകളിൽ അനുകൂല വിധിക്ക് സാധ്യതയുണ്ട്. ആരുമായി കലഹിക്കരുത്. പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ സൂക്ഷ്മമായി രേഖ കിട്ടിയതിനു ശേഷം മാത്രം നൽകുക. ജൂലൈ വരെ പരീക്ഷയിൽ നല്ല വിജയം അസാധ്യമാണ്. സന്താന കാര്യത്തിൽ മനസ്സ് വിഷമിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഗുണാധിക്യം. പ്രേമബന്ധങ്ങൾ കുരിശായി മാറും. തിരുവാതിര, ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ലബ്ധി, കർമ്മരംഗത്ത് പുരോഗതി, ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, അനുകൂല സ്ഥലം മാറ്റം, എല്ലാ കാര്യത്തിലും ദൈവാധീനം, സൽകീർത്തി, അംഗീകാരം, പൂർവിക സ്വത്ത് കൈവശം വരാൻ യോഗം. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. കടം കൊടുത്ത പണമോ വിലപിടിപ്പുള്ള വസ്തുവോ തിരികെ കിട്ടും. സ്ത്രീജനത്തിന് ദേഹദുരിതവും മാനഹാനിക്കും സാധ്യതയുണ്ട്. പുണർദം, ആപത്തിൽ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. കർമ്മരംഗം മെച്ചപ്പെടും. ലോട്ടറി കിട്ടാൻ സാധ്യതയുണ്ട്. പുണർദം 3-ാം പാദക്കാർക്ക് സർവാധിഷ്ഠ സിദ്ധിയും ടെസ്റ്റിലും ഇന്റർവ്യൂകളിലും വിജയം. സർക്കാർ ജീവനക്കാർക്ക് അനുകൂല കോടതി വിധി പ്രതീക്ഷിക്കാം. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. തൊഴിൽ രംഗത്ത് ഉയർച്ച. സിനിമ, സീരിയൽ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. കർക്കിടകം രാശി, കർക്കിടകത്തിൽ ജനിച്ചവർ ജന്മസംഖ്യം 3, 8, 5. പുണർദം, പൂയം, ആയില്യം. കലിയുഗ രാശിക്കാരായ ഇവർക്ക് ഒരു വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുന്നതല്ല. വൈകാരികമായി സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ള വർഷമാണിത്. ജൂലൈക്ക് ശേഷം മംഗളകർമ്മങ്ങൾ നടക്കും. ജൂലൈ വരെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ജോലി ലഭിക്കാൻ സാധ്യതയില്ല. ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി മാറാൻ യോഗം. പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കും. ജലവുമായി ബന്ധപ്പെട്ട രാശിയായതിനാൽ ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കും. പൂയം, ഉന്നത വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. യുക്തിപൂർവം അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കും. വിദേശ യാത്ര സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നവഗ്രഹ പ്രീതി സമ്പാദിക്കുക. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകും. പ്രവൃത്തി മണ്ഡലത്തിൽ പുരോഗതി കുറയും.
ഗവൺമെന്റ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തടസ്സം നേരിടും. കർമ്മസംബന്ധമായ യാത്രകൾ വേണ്ടിവരും. പണം കൊടുക്കുന്നവർ ശരിയായ രേഖകൾ വാങ്ങേണ്ടതാണ്. ആയില്യം, ഐശ്വര്യവർദ്ധനവുണ്ടാകും. ദൈവിക കാര്യങ്ങളിൽ വിമുഖത കാണിക്കും. പണപരമായ ബുദ്ധിമുട്ടുണ്ടാകും. വിദേശയാത്രയ്ക്ക് തടസ്സം നേരിടാം. ബന്ധുക്കളുമായി അകന്നു കഴിയുന്ന സ്വഭാവം ഉണ്ടാകും. സ്ഥാനലബ്ധി ഉണ്ടാകും. ചിങ്ങം രാശി, ചിങ്ങമാസത്തിൽ ജനിച്ചവർ മകം, പൂരം, ഉത്രം. ജന്മസംഖ്യ 961. ഹൃദയുഗ രാശിക്കാരായ ഇവർ സത്യം, ധർമ്മം, നീതി ഇവ പുലർത്തുന്നവരായിരിക്കും. ഇവർക്ക് ഗുണാനുഭവം കൂടും. എല്ലാ ജനങ്ങളും ദൈവകൽപ്പനയാലോ എന്ന് തോന്നുമാറ് അടുത്തു ചെന്ന് ദ്രവ്യം, ധനം എന്നിവ ഇഷ്ടാനുസരണം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നേരിടും. ഗണപതിയെ ഭജിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നടക്കും. ഉന്നത വ്യക്തികളുടെ സഹായങ്ങൾ ലഭിക്കും. പ്രതീക്ഷകൾ നടക്കുന്ന വർഷമായിരിക്കും ഇത്. അഗ്നി, വായു, വൈദ്യുതി എന്നിവയിൽ നിന്നും അപകട സാധ്യത ഏറെയാണ്. വസ്തു വാങ്ങാനോ വിൽക്കാനോ യോഗമുള്ള കാലമാണിത്. പിന്നീട് നിയമപ്രശ്നങ്ങളിൽ വരാതിരിക്കാൻ നിയമോപദേശം കിട്ടിയ ശേഷം ഇടപാടുകൾ നടത്തുക. ഇടപാടുകൾ ചെയ്യുമ്പോൾ നന്നായി പരിശോധിക്കുക. മകം, പൊതുവെ ഗുണകരമായ വർഷം. തീർത്ഥാടനം നടത്തും. നേർച്ച, കുടിശ്ശിക തീർക്കും. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം ലഭിക്കും. ഗണപതിയെ ഭജിക്കുക. കർമ്മരംഗത്തും ജോലി സാധ്യത നടപ്പിലാക്കാനും കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും, സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനും അപേക്ഷിച്ചാൽ അനുകൂല ഫലം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകും. നാവ് വാളാണ്. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. പുതിയ സംരംഭത്തിൽ മുതൽ മുടക്കാൻ വർഷാരംഭം ഏറ്റവും ഉത്തമമാണ്. മകം നക്ഷത്രത്തിൽ 2ാം പാദത്തിലുള്ളവർക്ക് ദേഹദുരിതമുണ്ടാകും. സ്ത്രീകൾക്ക് മനസ്സുഖമുണ്ടാകും. ലോട്ടറി ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. തർക്കത്തിൽ നിന്നും ഒഴിവാക്കുക. പരിഹാരമായി ഗണപതിക്ക് കരിക്കഭിഷേകം നടത്തുക. നിത്യേന ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ജന്മ, അനുജന്മ നക്ഷത്രം തോറും മത്സ്യമാംസാദികൾ വർജിക്കുക. പൂരം, മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വിവരങ്ങൾ അറിയും. ശത്രുക്കളുടെ ഉന്മൂലനാശം കേൾക്കാനിടവരും. ഇഷ്ട ജനസഹകരണം ഉണ്ടാകും. സന്താനങ്ങളുടെ ശ്രേയസിൽ സന്തോഷിക്കും. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറും. ബിസിനസ് വിപുലീകരിക്കും. ഗൃഹാന്തരീക്ഷത്തിൽ സമാധാനം കുറയും. വിശ്വസ്തരായി കൂടെ നിൽക്കുന്നവർ അസ്വസ്ഥരാകാൻ ഇടയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ രേഖകൾ വാങ്ങി പരിശോധിച്ച ശേഷം ഇടപെടുക. ചിരകാല അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കും. കന്നിരാശി, കന്നിമാസത്തിൽ ജനിച്ചവർ ആവശ്യത്തിന് പണം ഉണ്ടാക്കുകയില്ല. ലോൺ, സ്ട്രീറ്റ് സൗകര്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും. ആഡംബരത്തിനും ആരോഗ്യത്തിനും പണം ചിലവാക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് സുനാമി പോലെ ധനച്ചിലവ് വരും. ധനം കരുതി വെക്കേണ്ടത് ആവശ്യമാണ്. തൊഴിലിലും കുടുംബത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകും. ജൂലൈ വരെ ജോലി മാറരുത്. അടുപ്പമുള്ള പലരും എതിരായി പ്രവർത്തിക്കും. അസൂയയും കുശുമ്പും കളയുക. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ കോപവും സംസാരവും നിയന്ത്രിക്കുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ഈശ്വര ഭജന നടത്തണം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് പഠനത്തിൽ പ്രയാസമുണ്ടാകും. ഉത്രം, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത്. ഔദ്യോഗിക രംഗത്ത് അർഹമായ ആനുകൂല്യം, ആരോഗ്യം മെച്ചപ്പെടും. ഉപരിപഠന കാര്യങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് തടസ്സമുണ്ടാകും. കന്നിക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് മംഗളയോഗമുണ്ട്. അഗ്നി, ആയുധം, വാഹനം, വൈദ്യുതി എന്നിവയിൽ ശ്രദ്ധിക്കുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ വിസയും മറ്റ് യാത്രാരേഖകളും ശരിയായി കിട്ടിയാൽ യാത്ര തിരിക്കും മുമ്പ് എല്ലാം വിശദമായി അന്വേഷിച്ച് ജോലിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കന്നിക്കാരായ ഉത്രം സ്ത്രീകളിൽ ദേഹദുരിതത്തിന് സാധ്യതയുണ്ട്. അത്തം, വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അത്തം 3ാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ കരുത്തരോടെ പെരുമാറേണ്ട സമയമാണിത്. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും. ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും കുറയും. നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം കുറയും. സാമ്പത്തിക നേട്ടം കുറയും. തൊഴിൽ സംബന്ധമായ യാത്രകൾ ആവശ്യമായി വരും. ശത്രുപീഡ കൂടും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും അനുകൂല സ്ഥാനത്തേക്ക് കിട്ടും. കോടതി വ്യവഹാരങ്ങളിൽ കാലതാമസം നേരിടും. തുലാം രാശി, ചിത്തിര, ചോതി, വിശാഖം 9, 4, 3 ജന്മസംഖ്യ. തുലാം രാശിക്കാർ ദ്വാപരയുഗക്കാരായ ഇവർ സ്വന്തം ധനം കൊണ്ട് കച്ചവടം, കൃഷി മുതലായവ ചെയ്ത് ദ്രവ്യലാഭമുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പണച്ചിലവ് കൂടാനും വരുമാനത്തിൽ കുറവ് വരാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പല മേഖലകളിലും ഇഷ്ടപ്പെടുമെങ്കിലും അത് പലതും ഉദ്ദേശിച്ച കാലത്ത് നടക്കാൻ പ്രയാസമാണ്. അവിചാരിതമായ തടസ്സങ്ങൾ വന്നു ചേരും. പക്ഷേ പുതിയ കർമ്മ മേഖലകൾ ഇവരെ തേടിയെത്തും. പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി അവർ വിജയിക്കും. ശത്രുക്കളും അസൂയാലുക്കളും പല പ്രതിസന്ധികളും ഉണ്ടാക്കും. ഈ വർഷത്തെ പ്രധാന വിഷയം നിങ്ങളുടെ ആരോഗ്യമാണ്. ഊർജ്ജസ്വലത പഠനത്തെയും ജോലിയെയും ബാധിക്കും. ജോലി ചെയ്യുമ്പോൾ വിശ്രമിക്കാൻ തോന്നും. ഈ അവസ്ഥ പഠനത്തിലും ജോലിയിലും പ്രയാസമുണ്ടാക്കും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധനസഹായം ലഭിക്കും.
ഇതിനാവശ്യമായ സഹായം ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. പ്രൊഫഷണൽ കോഴ്സ് അഡ്മിഷൻ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. എന്നാൽ തടസ്സങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അംഗീകാരം ലഭിക്കും. അനുകൂലമായ ട്രാൻസ്ഫറും ശമ്പള വർധനവും ലഭിക്കുന്നതാണ്. ചിത്തിര, ഈ നക്ഷത്രക്കാർക്ക് സർവാധിഷ്ഠ സിദ്ധിയുള്ള വർഷമാണ്. ചൊവ്വയുടെ ആധിപത്യമുള്ള വർഷമാണ്. നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും ജനം അംഗീകാരം നൽകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉയർച്ച സാധ്യത കാണുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ നേട്ടം, നിക്ഷേപങ്ങളിൽ കൂടുതൽ നേട്ടം കാണുന്നുണ്ട്. പുതിയ തൊഴിൽ അവസരങ്ങൾ വരും. ബന്ധുക്കളിൽ നിന്നും സഹകരണം ഉണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ മുതൽ മുടക്കുന്നത് നന്ന്. ശാരീരിക പീഡയ്ക്ക് സാധ്യതയുണ്ട്. ഹരിമാര് കരിക്കഭിഷേകം നടത്തുക. ചോതി, ഈ നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ട സിദ്ധി ലഭിക്കുന്നതാണ്. വിവാഹ തടസ്സം അകലും. ബിസിനസ്സിൽ പുരോഗതി കാണുന്നു. തൊഴിൽ മേഖലകളിൽ നേട്ടം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിലുള്ള ഭാഗ്യം കൈവരും. ഉദ്ദേശ സമയത്ത് ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യത കുറയും. കുടുംബജീവിതത്തിൽ സംതൃപ്തി കുറയും. ജീവനക്കാർക്ക് അനുകൂല സ്ഥാനചലനം കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അഭിവൃദ്ധി. മംഗളകർമ്മങ്ങൾ പങ്കുചേരും. വൃശ്ചിക രാശി, വിശാഖം, അനിഴം, തൃക്കേട്ട. ജന്മസംഖ്യ 3, 8, 5. വൃശ്ചിക മാസം ജനിച്ചവർ. കലിയുഗ രാശിക്കാരായ ഇവർക്ക് ഒരു വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുന്നതല്ല. പൊതുവെ ഭാഗ്യം വന്നു ചേരുന്ന വർഷമായിരിക്കും ഇത്. വരുമാനം വർദ്ധിക്കും. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നേടാം. കല, വീഡിയോ രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കും. പണം ഉണ്ടാക്കുന്നതിനും നേട്ടം ലഭിക്കുന്നതിനും കാലം അനുകൂലമായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല ഒരു മാറ്റം വരുത്താൻ ഈ വർഷം കഴിയും. സ്വന്തമായി വീടോ വരുമാന മാർഗമോ വന്നു ചേരും. ജീവിത നിലവാരത്തിൽ സാരമായ ഒരു മാറ്റം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം, വീട് എന്നിവയ്ക്കും ലോണും മറ്റും കിട്ടുവാൻ സാധ്യത കൂടുതലാണ്. വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ അല്പം ബുദ്ധിമുട്ടോടുകൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി ടെൻഷൻ ഉണ്ടാകാം. വാക്കുകൾ അന്യർക്ക് ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കുക. നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. മൂത്രാശയ രോഗത്തിന് സാധ്യതയുണ്ട്. കൂടാതെ തോൾഭാഗത്തും അസുഖ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുന്ന സമയമാണ്. ശത്രുശല്യവും അസൂയാലുക്കളെ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ്. നരസിംഹമൂർത്തിയെ ഭജിക്കുക. പ്രണയത്തിലും വിവാഹത്തിലും തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുക. അകാരണമായി കാര്യങ്ങൾ വൈകാനും മാനസികമായ അലട്ടലിനും സാധ്യതയുണ്ട്. വിശാഖം, ധാതു നക്ഷത്രക്കാരായ ഇവർ തന്റെ കാര്യം നേടിയെടുക്കാൻ സൂത്രശാലികളാണ്. വിശാഖം 1-ാം പാദ നക്ഷത്രക്കാർക്ക് ദൈവകൽപ്പന എന്ന രൂപേണ തന്റെ ഇരിപ്പിടത്ത് എല്ലാം മൃഷ്ടാനം ലഭിക്കും. പൊതുവെ ഗുണം നിറഞ്ഞ വർഷമാണിത്. ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. മംഗളകാര്യങ്ങളിൽ തീരുമാനമാകും. വിദേശ സഹായം ലഭിക്കും. പ്രവൃത്തി രംഗം അനുകൂലമാകും. സന്താനങ്ങൾക്ക് സർവാഭിഷ്ട സിദ്ധി ഉണ്ടാകും. ഗൃഹാന്തരീക്ഷം സന്തോഷ ഭദ്രമായിരിക്കും. പുണ്യസ്ഥലം സന്ദർശിക്കും. വീട്ടുപകരണങ്ങൾ വാങ്ങും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വിജയം നേടും. തന്നേക്കാൾ താഴ്ന്നവരുമായി മാനസിക അടുപ്പം പുലർത്തും. മേലധികാരികളുടെ സഹകരണം മെച്ചപ്പെടും. അനിഴം, ധാതുമൂല്യ നക്ഷത്രക്കാരായ ഇവർ ഒരു പിടി പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുന്ന സമയമാണ്. തേളിനെ പോലെ പിടിച്ചാൽ പിടിപിടിക്കുകയില്ല. മാനിനെ പോലെ അഴകുള്ളവരായിരിക്കും. സംഗീതത്തിലും ആഡംബരത്തിലും ഭ്രമമുള്ളവരായിരിക്കും. അനിഴം 1-ാം പാദക്കാർക്ക് ദൈവകൽപ്പന എന്നോണം ഇരിപ്പിടത്തിലെന്നോണം കിട്ടുന്നവരാണ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. വിദേശ യാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ ഇടപെടും. ഇഷ്ടജനങ്ങൾ ശത്രുക്കളെ പോലെ ഇടപഴകും. ചിലവുകൾ ശ്രദ്ധിക്കുക. ഗൃഹാന്തരീക്ഷം സന്തോഷമാകാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ശരീര പീഡകൾ കുറയും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും അനുകൂല സ്ഥാനചലനവും ലഭിക്കും. തൃക്കേട്ട, ഭൂമി, വാഹനം എന്നിവ വാങ്ങാൻ ആലോചിക്കും. ഗൃഹനിർമ്മാണ ലോൺ ലഭിക്കും. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. പുതിയ സംരംഭത്തിൽ ഏർപ്പെടും. തൃക്കേട്ട 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ദൈവകൽപ്പന പോലെ ഏത് കാര്യത്തിലും അന്യരിൽ നിന്നും പ്രതിഫലമായി ലഭിക്കുന്നതാണ്. ധനുരാശി, ധനുമാസത്തിൽ ജനിച്ചവർ. മൂലം, പൂരാടം, ഉത്രം. 7, 6, 1 ജന്മസംഖ്യ. കൃതായുഗ രാശിക്കാരായ ഇവർ സത്യം, ധർമ്മം, നീതി എന്നിവ പുലർത്തുന്നവരായിരിക്കും. ദൈവകൽപ്പന എന്ന പോലെ എല്ലാവർക്കും അടുത്തു ചെന്ന് ധനം, ദ്രവ്യം എന്നിവ ഇഷ്ടാനുസരണം ഇവർക്ക് നൽകുന്നതാണ്. അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. തടസ്സങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങി ജോലിയിലും ബിസിനസ്സിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ജീവിതത്തിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടും ലഭിക്കും. കാര്യങ്ങൾ മുന്നോട്ടിറങ്ങാൻ ഊർജം ലഭിക്കും. അനുകൂല ട്രാൻസ്ഫർ, പ്രൊമോഷൻ എന്നിവ ലഭിക്കും. ശമ്പള വർധനവും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണവും ലഭിക്കാൻ യോഗമുണ്ട്. പുതിയ വാഹനങ്ങളോ ആഡംബര വസ്തുക്കളോ വന്നു ചേരാൻ യോഗമുണ്ട്. ധനം നിക്ഷേപിക്കുന്നത് പ്ലാൻ ചെയ്യും. പ്രണയമുണ്ടാകാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പുതിയ വസ്തു, വീട് ഇവ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായി ധനം നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തതി ജനനവും ആഘോഷവും യോഗമുണ്ട്. മൂലം, ഗുണാനുഭവം ലഭിക്കും. നിയമന ഉത്തരവിന് സാധ്യത. പുതുതായി ഏറ്റെടുത്ത കാര്യങ്ങളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തിച്ചേരും. ശത്രുക്കൾ മിത്രങ്ങളാകും. മോശം സ്വഭാവക്കാർക്ക് കുടുംബ ഭദ്രത കുറയും. പൂരാടം, പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും. വിവാഹത്തിന് സാധ്യതയുണ്ട്.
ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ മാറുന്നതാണ്. ദൈവിക കാര്യങ്ങളിൽ മുഴുകി മനസ്സന്തോഷം കണ്ടെത്തുക. ഉത്രാടം അഭിഷ്ടസിദ്ധി ലഭിക്കാം. തൊഴിൽ ലബ്ധി, കർമ്മരംഗം പുഷ്ടിപ്പെടും. കുടുംബ സുഖം, ആത്മധൈര്യം, ഭാഗ്യം, സൽകീർത്തി, കുടുംബ ഓഹരി വീതം വെച്ച് കിട്ടാം. മകം രാശി. മകരത്തിൽ ജനിച്ചവർ ഉത്രാടം, തിരുവോണം, അവിട്ടം 1, 2, 9 ത്രേതായുഗക്കാരായ ഇവർക്ക് ജനങ്ങൾ ദ്രവ്യം കൊണ്ട് കൊടുക്കുകയില്ല. അവിടെയും ഇവിടെയും അലഞ്ഞ് ദ്രവ്യം സമ്പാദിക്കുന്നവരാണ് ഇവർ. അനുകൂല മാറ്റം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന ധനമോ ജോലിയോ ലഭിക്കാം. മനസ്സിൽ സന്തോഷമുണ്ടാകും. മത്സര പരീക്ഷയിൽ വിജയം പ്രതീക്ഷിക്കാം. വിദേശ ജോലിക്ക് പറ്റിയ സമയമാണ്. തിരുവോണം സർവാവിഷ്ട സിദ്ധിക്ക് സാധ്യത. സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും യോഗം. ബന്ധുക്കൾ സ്നേഹമായി ഇടപെടും. ജീവിത നിലവാരം നന്നായിരിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച. ഗൃഹോപകരണങ്ങളും ആഭരണങ്ങൾക്കും യോഗമുണ്ട്. രാഷ്ട്രീയത്തിലും കലാകായിക രംഗത്തുള്ളവർക്കും ഗുണാനുഭവം ഉണ്ടാകും. അവിട്ടം ഗുണദോഷ സമ്മിശ്രമായ വർഷമായിരിക്കും ഇവർക്ക് വരാനിരിക്കുന്നത്. ഉപരി പഠനത്തിന് സാധ്യത. മതപരമായ കാര്യങ്ങൾ ശ്രദ്ധ കൂടും. എഴുത്തു പരീക്ഷയിലും ഇന്റർവ്യൂവിലും വിജയം കരസ്ഥമാക്കും. കുടുംബത്തിൽ ചിട്ടയും സ്ഥിരതയും ഉണ്ടാകും. പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നന്ന്. മതിയായ രേഖകളില്ലാത്ത സാമ്പത്തിക സഹായം നൽകാതിരിക്കുക. പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട്. കോടതിയിൽ കാര്യങ്ങളിൽ അനുകൂല വിധി ലഭിക്കാം. ഭാഗ്യക്കുറി ലഭിക്കാം. ജീവനക്കാർക്ക് അനുകൂല സ്ഥലമാറ്റവും പ്രമോഷനും സാധ്യത. കുംഭം രാശി. കുംഭമാസം ജനിച്ചവർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി 9, 4, 3 ജന്മസംഖ്യ. ദ്വാപര യുഗക്കാരായ ഇവർ സ്വന്തം ധനം കൊണ്ട് കൃഷി, കച്ചവടം എന്നിവ ചെയ്ത് പണമുണ്ടാക്കുന്നവരാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് മോശമില്ലാത്ത ജോലി ലഭിക്കാം. അനുകൂലമായ ഫലത്തിന് സാധ്യതയുണ്ട്. മെഡിക്കൽ വിഭാഗത്തിലുള്ളവർക്ക്, സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ് എന്നിവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. MNC, വിദേശ ജോലി എന്നീ വിഭാഗങ്ങളിലുള്ളവർക്ക് ജോലി മാറാനോ പ്രമോഷനോ സാധ്യതയുണ്ട്. അധ്യാപനം, കലാരംഗം, ജേർണലിസം എന്നിവർക്കും കാലം അനുകൂലമാണ്. പെൻഷൻ കൂടുതലുണ്ടാകും. ഉറക്കക്കുറവും ശാരീരിക ക്ഷീണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിബന്ധത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകേണ്ട സമയമാണ്. പല പുതിയ രംഗത്തും വിജയ സാധ്യതയുണ്ടാകും. ഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായി വരും. ആഡംബരങ്ങൾക്ക് പണം ചിലവാക്കും. ചതയം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. പ്രവൃത്തികളിൽ മിതത്വം പാലിക്കുക. വീട്, വാഹനം, വസ്തു എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കും. ഭാഗ്യക്കുറി ലഭിക്കുന്നതാണ്. പൂർവിക സ്വത്ത് അനുഭവിക്കാൻ യോഗം. വിദേശ സഹായത്തിന് സാധ്യതയുണ്ട്. പൂരുരുട്ടാതി ഉദ്ദേശകാര്യങ്ങൾ പലതും നേടും. പുതുതായി ഗൃഹം വാങ്ങാനോ പുതുക്കാനോ യോഗമുണ്ട്. പ്രവൃത്തി രംഗം പുഷ്ടിപ്പെടും. ദൂരയാത്രകളിൽ നേട്ടം കാണാം. തൊഴിൽ രംഗത്ത് സംതൃപ്തി. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം. തൊഴിലിന് യോഗം. ബന്ധുക്കളുടെ സഹായം. കുടുംബ ബാധ്യത കുറയാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിവാഹകാര്യത്തിൽ തടസ്സം മാറി മാംഗല്യ ഭാഗ്യം ലഭിക്കും. ഗൃഹത്തിൽ ശാരീരിക പീഡയ്ക്ക് സാധ്യതയുണ്ട്. മീനം രാശി. മീനമാസത്തിൽ ജനിച്ചവർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ജന്മസംഖ്യ 3, 8, 5 കലിയുഗ രാശിക്കാരായ ഇവർക്ക് ഒരു വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുകയില്ല. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ജോലിയിൽ നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും. അലസത മാറ്റിവെച്ച് അവസരങ്ങൾ ഉപയോഗിക്കുക. മാനേജ്മെന്റ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഉപരിപഠനത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചുമതലകൾ കൂടുതൽ വരുന്നതിനാൽ മാനസിക പിരിമുറക്കം വരാം. വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രമോഷൻ, അനുകൂല മാറ്റം എന്നിവയ്ക്ക് ഒരു തടസ്സത്തിന് ശേഷം നന്നാകും. വാഹനം, ഗൃഹം എന്നിവ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അവിചാരിതമായ കണ്ടുമുട്ടൽ പ്രേമത്തിൽ എത്തിച്ചേരും. ജീവിതം വർണ്ണമാക്കുന്ന ഒരു ബന്ധത്തിൽ എത്തിച്ചേരാം. കുടുംബത്തിൽ സ്വരച്ചേർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ, ആഡംബര വസ്തു വാങ്ങാനൊക്കെ, സാമ്പത്തിക നില മെച്ചപ്പെടാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. കച്ചവടം മോശമില്ലാതെ തുടരും. ആഡംബര വസ്തു വാങ്ങാൻ സാധ്യതകളേറെയാണ്. വേണ്ടപ്പെട്ടവർക്ക് ആൾജാമ്യം നിൽക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മാന്ദ്യം സംഭവിക്കും. അതിനാൽ അലസമായ പ്രവൃത്തി ഒഴിവാക്കുക. പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാവരിൽ നിന്നും അകലം പാലിക്കുന്നത് നല്ലതാണ്. സ്വന്തം രഹസ്യങ്ങൾ പരസ്യമാക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവരെ കൊണ്ട് പ്രയാസം വരുന്ന കാലമായതിനാൽ അടുപ്പം നിയന്ത്രിക്കുക. വൈദ്യസഹായം തേടുന്നത് നന്ന്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ഉത്രട്ടാതി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനത്തിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കും. ഗൃഹത്തിൽ മംഗള കർമ്മത്തിന് സാധ്യത. കീർത്തി വർദ്ധിക്കും. ദൈവിക കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയും ഉത്സാഹവും ഓർമ്മശക്തിയും കുറയും. രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നേട്ടം കൂടിയിരിക്കും. ജോലിയിൽ ഉയർച്ച ലഭിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. കീഴ് ജീവനക്കാരിൽ നിന്നും മെച്ചപ്പെട്ട സമീപനമുണ്ടാകും. കോടതി കാര്യം ഒത്തുതീർപ്പിലാകും. കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടും.
വിദേശയാത്ര സഫലീകൃതമാകും. അധ്വാനത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ വിജയകരമായി ചെയ്തു തീർക്കും. കൃതായുഗ രാശിയെങ്കിലോ കൃതായുഗ രാശി നവാംശകത്തിലോ ജനിച്ചവർക്ക് ദൈവകൽപ്പനയാൽ ദ്രവ്യം അടുത്തു തന്നെ കൊണ്ടു കൊടുക്കുന്നതാണ്. മേടം, ചിങ്ങം, ധനു രാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രങ്ങളെയും ഒന്നാം പാദത്തിൽ ജനിച്ചവർ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ മൂർത്തിഭാവങ്ങളിൽ ഭജിക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ കൂട്ടുവാനും ഇത് സഹായിക്കും. ത്രേയായുഗ നവാംശകത്തിലോ ജനിച്ചവർക്ക് കഷ്ടപ്പെട്ട ദ്രവ്യലാഭം ഉണ്ടാക്കണം. ഇടവം, കന്നി, മകരം രാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രത്തിന്റെയും രണ്ടാം പാദത്തിൽ ജനിച്ചവർ, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ ഇവരെ ഭജിക്കുക. വിശിഷ്ട പിതൃക്കളുടെ ദോഷത്തിനും ജന്മാന്തര പാപം തീരുന്നതിനും ഇവരെ ഭജിച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കും. ദ്വാപര യുഗ രാശിയിലോ ദ്വാപരയുഗ നവാംശകത്തിലോ ജനിച്ചവർ മുകളിൽ പറഞ്ഞ രണ്ടുപേരെയും പോലെ ദ്രവ്യ ലഭിക്കുന്നവരല്ല. സ്വന്തം ധനം കൊണ്ട് കച്ചവടം, കൃഷി മുതലായവ ചെയ്താൽ ദ്രവ്യലാഭം ഉണ്ടാക്കാം. മിഥുനം, തുലാം, കുംഭരാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രങ്ങളുടെയും മൂന്നാം പാദത്തിൽ ജനിച്ചവർ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഭജിക്കുക. ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കും. കലിയുഗ രാശിയിലോ കലിയുഗ രാശി നവാംശകത്തിലോ ജനിച്ചവർക്ക് ഒരുവിധ ദ്രവ്യലാഭവും ലഭിക്കുന്നതല്ല. കർക്കിടകം, വൃശ്ചിക രാശി, മീനം രാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രക്കാരുടെയും നാലാം പാദത്തിൽ ജനിച്ചവർ കൽക്കിയെ ഭജിക്കുക. ദോഷങ്ങൾ മാറി ഗുണഫലം കൂടുതൽ ലഭിക്കും. കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. ഒരേ ദേവീ സങ്കല്പത്തിനെ, ഒരേ ഭഗവതിയെ 3 ഭാവത്തിൽ ആരാധിക്കുന്നു. നമ്മൾ ഈ 3 ഗുണങ്ങൾ പറയുമല്ലോ, സത്വ, രജോ, തമോ ഗുണങ്ങൾ പറയും. ആ 3 ഗുണത്തിലും ഭഗവതിയെ ആരാധിക്കുന്നുണ്ട്. പ്രധാന ഭഗവതി ചാമുണ്ഡി, അതിന് തൊട്ട് വലത് ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ കിഴക്കോട്ടാണ് ദർശനം, തൊട്ട് വലത് ഭാഗത്ത് അല്ല തെക്ക് ഭാഗത്തായിട്ട് രക്തചാമുണ്ഡി, അതിനും തെക്ക് ഭാഗത്തായിട്ട് ബാലചാമുണ്ഡി. 3 നേരം പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പ്രധാന നടയിലാണ്. ചാമുണ്ഡി ഭഗവതിക്കാണ്. രക്തചാമുണ്ഡിക്കും ബാലചാമുണ്ഡിക്കും ദിവസം ഒരു പൂജ, ബാക്കി നേരങ്ങളിൽ നേദ്യം. പിന്നെ വഴിപാടായിട്ടുണ്ടെങ്കിൽ 2 പൂജ വരും. അങ്ങനെയാണ് നടപ്പിലുള്ളത്. ചാമുണ്ഡി നടയിൽ സാധാരണ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലുള്ള പുഷ്പാഞ്ജലികൾ, അഭിഷേകങ്ങൾ, അർച്ചന, സഹസ്രനാമാർച്ചന, അങ്ങനെയുള്ള സാധാരണഗതിയിൽ നടത്തുന്ന വഴിപാടുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ജപങ്ങൾ, ചരട് ജപം, താക്കോല്, പേന, ഇങ്ങനെയുള്ളതൊക്കെ പൂജിച്ചു കൊടുക്കുന്നതൊക്കെ പ്രധാന നടയിലാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചരട് ജപം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കരിക്കാൻ ചാമുണ്ഡി ക്ഷേത്രത്തിലായിരിക്കും. ചൊവ്വ, വെള്ളി, ഞായറിലൊക്കെ ഒരു 4000-5000 ചരടിന് മുകളിൽ അവിടെ പോകുന്നുണ്ട് ഓരോ ദിവസവും. അത് ഞാൻ പറയുന്ന ഒരു 9 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ അതിലും എത്രയോ കൂടുതലായിട്ടുണ്ടാവും. എൻ്റെ അറിവിൽ ഇത്രയും ചരട് ജപം പോകുന്ന വേറൊരു ക്ഷേത്രമില്ല. രക്തചാമുണ്ഡി നട ഉള്ള ബാലചാമുണ്ഡി നട പിന്നീടുള്ളത് ഇത് 2 എണ്ണമാണ്. രക്തചാമുണ്ഡി നട വളരെ പ്രാധാന്യമുണ്ട്. ശത്രുത സംഹാരത്തിനും പിന്നെ ഈ തടസ്സങ്ങൾ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും, മറ്റാരെങ്കിലും എന്തെങ്കിലും ആഭിചാരങ്ങളൊക്കെ നമ്മളെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനുമൊക്കെ വളരെ ലളിതമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നൊരു നടയാണ് രക്തചാമുണ്ഡി നട. അത് തുറന്ന് പ്രാർത്ഥിക്കുക. ഒരു അരമിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമുക്കത് തുറന്ന് കിട്ടത്തുള്ളൂ, മതി. ആ ഒരു സമയത്ത് ആ ഭഗവതിയോട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ ഫലമാണത്. ഒരു വിഗ്രഹമല്ല. രക്തചാമുണ്ഡി നടയിലും ബാലചാമുണ്ഡി നടയിലും വിഗ്രഹമല്ല, ചുവർ ചിത്രമാണ്, ലേഖ്യമാണത്. രക്തചാമുണ്ഡി നട വളരെ രൗദ്രമായിട്ടുള്ളതാണ്. നമുക്ക് ഭഗവതിയുടെ മുഖത്തോട്ട് ഒന്ന് നോക്കാനേ കഴിയത്തുള്ളൂ, പേടിയാകും. അത്രയും രൗദ്രതയാണ് ആ മുഖത്തുള്ളത്. ഫലവും അതുപോലെ തന്നെയാണ്, വളരെ പെട്ടെന്നാണ് ഫലം ലഭിക്കുന്നത് പ്രാർത്ഥനയ്ക്ക്.
അടുത്തത് ബാലചാമുണ്ഡി നടയാണ്. അവിടെ വളരെ സൗമ്യത്തിലുള്ളൊരു ഭഗവതിയാണ്. ചാമുണ്ഡിയെ തന്നെ വളരെ സൗമ്യതയിൽ ആരാധിക്കുന്നൊരു ശ്രീലകമാണ് ബാലചാമുണ്ഡിയുടെ നട. അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടായ കുട്ടികൾക്ക് എന്തെങ്കിലും പരാധീനതകളുണ്ടെങ്കിൽ അത് മാറുന്നതിന്, അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ബാലചാമുണ്ഡി നട വിശേഷമാണ്. ഇതാണ് പ്രധാന 3 ഭഗവതിമാർ. അതൊരു അവിടെ മാത്രം കരിക്കകത്ത് മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ്. ഒരേ ഭഗവതിയെ 3 ഭാവത്തിൽ ആരാധിക്കുന്നു. പിന്നെ ഗണപതിയുണ്ട്, ബാലഗണപതിയുണ്ട്, ശാസ്താവുണ്ട്, യക്ഷിയമ്മയുണ്ട്, ഭുവനേശ്വരിയുണ്ട്, ആയിരവല്ലിയുണ്ട്, ഗുരു മന്ത്രമൂർത്തിയുണ്ട്. ഇവർക്കൊക്കെ വിശേഷാൽ പൂജകളും അവിടെ സർവാലങ്കാര പൂജ എന്നും പറഞ്ഞൊരു വഴിപാടുണ്ട്. അതിൽ ഉപദേവന്മാർക്കെല്ലാം വിശേഷാൽ പൂജയുണ്ടാവും. മേശാന്തി തന്നെയാണ് ചെയ്യാറുള്ളത്. മിക്കവാറും ദിവസങ്ങളിൽ കാണും. പിന്നെ ഉള്ളത് ഗുരു മന്ത്രമൂർത്തിയാണ്. അത് ഈ പറഞ്ഞ നേരത്തെ ആദ്യം പറഞ്ഞ ആ യോഗിവര്യനും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ഒക്കെ ആയിട്ടുള്ള ദേവതമാരുടെയാണ്. മുടങ്ങാതെന്നും നൽകാം കാളി സഹസ്രനാമം പതിവായി എന്നും ചൊല്ലാം. കാളി സഹസ്രനാമം പതിവായി എന്നും ചൊല്ലാം. ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്നതും ഒരു പടഹാദിയാണ്. ധ്വജാദി, അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്ന 3 രീതിയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഉത്സവത്തിന് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കരിക്കാത്തതൊരു പടഹാദി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കൊടിയേറ്റോ അല്ലെങ്കിൽ മുളപൂജ അങ്ങനെയൊന്നുമില്ല. ഒരു ഗുരുപൂജയോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് ആ മന്ത്രമൂർത്തി ഗുരു ഇരിക്കുന്ന ആ സങ്കേതത്തിൽ, ഗുരുമന്ദിരം എന്നാണ് പറയുന്നത്, അവിടെ തന്ത്രിമുഖേന ഗുരുവിനൊരു പൂജയോടുകൂടി ഉത്സവം ആരംഭിക്കുകയാണ്. ആ ഗുരുസങ്കല്പത്തിൽ അവിടെ ആരാധന ഉള്ളത് കൊണ്ടാണോ എന്താണ്, അതായത് ഭഗവതി എങ്ങനെ 3 ഭാവത്തിൽ സങ്കല്പിക്കുന്നത് കൊണ്ടാണോ, ആ ബാലചാമുണ്ടിക്ക് കുട്ടികളുടെ കാര്യങ്ങളുമായിട്ട് വളരെ ഒരു ബന്ധമുള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഏതായാലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് നവരാത്രി കാലത്തെ അവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും. നവരാത്രി കാലത്ത് വളരെ അധികം കുട്ടികൾ വിദ്യാരംഭം നടത്തുന്നതിന് വേണ്ടിയിട്ട് വരാറുണ്ട്. ഈ ഒരു സമ്പ്രദായത്തിലുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഗുരു സങ്കല്പത്തിനൊരു പ്രാധാന്യം അവിടെ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം വളരെ ഇതായിട്ട് കാണാറുണ്ട്. എന്നെയും പൈതങ്ങളെയും അവരുടെ അമ്മയെയും അച്ഛനമ്മ ഗുരുനാഥരെയും. കുട്ടികളുടെ കാര്യം പറഞ്ഞു. അവിടെ വളരെ വിശേഷമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്. അവിടുത്തെ വളരെ വിശേഷമാണ്. അവിടെ ആ ക്ഷേത്രത്തിൽ പോയി ഭഗവതി ആരാധിക്കുന്നത് വളരെ വിശേഷമാണ്. അവിടെ ബാലചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിക്കുക. വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കും മറ്റ് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും വേണ്ടിയിട്ട് ആ ബാലചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിക്കുക. അത് എന്തെങ്കിലും നമ്മളുടേതോ അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ള അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് രക്തചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ അതിനുവിശേഷമാണ്. എന്താണ് അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് വഴിപാടുകൾ കൂടുതൽ ചെയ്യേണ്ടത് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയുക ചിലപ്പം ദീർഘമായി പോകും. അപ്പോൾ അതിന് എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വഴിപാടുകളുടെ കാര്യങ്ങൾ മറുപടി തരുന്നതായിരിക്കും. അച്ഛനമ്മ ഗുരുനാഥരെയും കാത്തിടേണം. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി.
ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4:30 പള്ളി ഉണർത്തും, 5 മണിക്ക് നട തുറക്കും. ഏകദേശം 5:20 വരെയൊക്കെ നിർമ്മാല്യ ദർശനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അഭിഷേകങ്ങളിലേക്ക് പോകും. 6 മണിയോടുകൂടി അഭിഷേകം കഴിഞ്ഞിട്ടൊരു അലങ്കാര ദീപാരാധനയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഉഷപൂജ ആരംഭിക്കുകയായി. ഉഷപൂജ കഴിഞ്ഞാൽ പിന്നെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഒപ്പം തന്നെ രക്തചാമുണ്ഡി നടയും ബാലചാമുണ്ഡി നടയും തുറന്ന് പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളുടെ സമയങ്ങളാണ്. പിന്നീട് ഉച്ചപൂജയാണ്. ഉച്ചപൂജ ഉദ്ദേശം 11:15 ഒക്കെ ആരംഭിക്കും. 11:45 അത് കഴിയും. 11:50 12 മണിക്ക് തൊട്ട് മുമ്പായിട്ട് ക്ഷേത്രം അടയ്ക്കും. അതാണ് അവിടുത്തെ പതിവ് കാര്യങ്ങൾ. അതിലൊരു 7 മണി 7:15 മണിയോടുകൂടി ഈ നടതുറപ്പ് വഴിപാട് ആരംഭിക്കും. അത് ഏകദേശം 11 മണി വരെ ഉണ്ടാകും. അതിനപ്പുറം ചീട്ടാക്കില്ല, അതുവരെ ഉണ്ടാകും. 12 മണിക്ക് മുമ്പായിട്ട് 11:50 12-നകം ക്ഷേത്രം അടയ്ക്കും. ആ തുറന്നിരിക്കുന്ന ബാക്കി സമയത്ത് ഉഷപൂജ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ധാരാളം പുഷ്പാഞ്ജലികൾ, ഈ നടതുറപ്പ് വഴിപാട് ഇങ്ങനെയുള്ളതൊക്കെ നടക്കും. സർവാലങ്കാര പൂജ എന്ന പ്രത്യേക വഴിപാട് അതുണ്ടെങ്കിൽ അത് ഒക്കെ ആ സമയത്താണ് നടക്കുന്നത്. കൂടാതെ രക്തചാമുണ്ഡിക്കും ബാലചാമുണ്ഡിക്കും വിശേഷാൽ പൂജ ഉണ്ടെങ്കിൽ അതും ആ സമയത്ത് 11 മണി അടുപ്പിച്ച് അതും നടക്കും. പിന്നീട് വൈകിട്ട് 4:30 അമ്പലം തുറക്കും. നേരത്തെയാണ്, അരമണിക്കൂർ. ഇവിടുത്തെ തിരുവനന്തപുരത്തെ പതിവ് ക്ഷേത്രങ്ങൾ തുറക്കുന്നതിൽ അരമണിക്കൂർ നേരത്തെയാണ് അവിടെ തുറക്കുന്നത്. 4:30 നട തുറക്കും. വൈകിട്ടൊരു ഈ നട തുറപ്പ് വഴിപാട് ഒരു 6 മണി 6:10 വരെ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് നിർത്തും. പിന്നീട് സന്ധ്യാദീപാരാധന. അത് കഴിഞ്ഞാൽ നേരെ അത്താഴപൂജ 8 മണി 8:10 അത്താഴപൂജ കഴിഞ്ഞ് നട അടയ്ക്കും. അവിടെ നിത്യം നവകം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ 3 പൂജയാണ് പ്രധാനമായിട്ടുള്ളത്. 3 പൂജകളാണ്. ബാക്കി എത്രയും പുഷ്പാഞ്ജലികൾ അങ്ങനെയുള്ള വഴിപാടുകൾ തന്നെയാണ്. നവകം വിശേഷാൽ അവസരങ്ങളിൽ മാത്രമേ ഉള്ളൂ. വർഷത്തിൽ ഉത്സവകാലത്തല്ലാതെ 1-2 ദിവസങ്ങളിൽ നവകമുണ്ട്. മറ്റുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു കളരി സമ്പ്രദായത്തിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് ഇലങ്കം എന്നൊക്കെ പറയുന്നത്. ഈ കളരി യുദ്ധദേവതയാണ്. അപ്പോൾ ആ ഒരു ക്രമത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുത്തിയിട്ടില്ല. പഴയ ആചാരങ്ങളെ പൂർണ്ണമായിട്ടും നിർത്താതെ തന്നെയാണ് ഇപ്പോഴുള്ളൊരു സമ്പ്രദായത്തിൽ വന്നിട്ടുള്ളത്. ഉത്സവകാലത്ത് 4:30 രാവിലെ നട തുറക്കും. ഉത്സവകാലത്ത് 5 പൂജ ഉണ്ടാകും. നവകം ഉണ്ടാകും. തന്ത്രി മുഖാന്തരം ഒരു പൂജ ഉത്സവകാലത്തുണ്ടാകും. എല്ലാ ദിവസവും ഈ ഒരു രീതിയിലായിരിക്കും. വിശേഷാൽ ഭഗവത് സേവ വൈകിട്ടുണ്ടാകും. വളരെ സമയം കൂടുതലെടുക്കും. രാത്രി എനിക്ക് തോന്നുന്നു ഒരു 11 മണി 12 മണിയെങ്കിലും ആകും രാത്രിയിൽ നട അടയ്ക്കാൻ. ഉച്ചയ്ക്കും അതുപോലെ തന്നെ 1 മണി 2 മണി അടുപ്പിച്ചാകും. അത്രയ്ക്ക് തിരക്കുണ്ടാകും ആൾക്കാർ. തൊഴാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അധികം സമയം തുറന്നിരിക്കാറുണ്ട് ഉത്സവകാലങ്ങളിൽ. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കടക്കണ്ണാലെന്നെ നോക്കി പുഞ്ചിരിക്കും തമ്പുരാട്ടി. പിന്നീടുള്ളത് പുറത്തെഴുന്നള്ളത്ത്. അവിടുത്തെ ഒരു വിശേഷപ്പെട്ടൊരു ചടങ്ങാണ് പുറത്തെഴുന്നള്ളത്ത്. പഴയകാലത്ത് ഈ ഭഗവതി ഈ രോഗങ്ങൾ ഒക്കെ ബാധിക്കുന്ന സമയത്ത്, വസൂരി അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ബാധിക്കുമ്പം ആ പ്രദേശത്തിനൊരു അനുഗ്രഹം കൊടുക്കുന്നതിനുമൊക്കെ ആയിട്ട് ഭഗവതി പുറത്തെഴുന്നള്ളിയിരുന്നു. അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഇപ്പോൾ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നത്. ഉത്സവം തീരുന്നതിന് 1-2 ദിവസം മുമ്പാണ് അത് നടക്കുന്നത്. നേരത്തേക്ക് 1 ദിവസമായിരുന്നു, ഇപ്പോൾ 2 ദിവസങ്ങളാണ്. ഈ കാലക്രമേണ ഇതിങ്ങനെ ഏരിയ കൂടി വന്നതുകൊണ്ട് 2 ദിവസമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. തങ്കരഥത്തിലാണ്. കാലാകാലങ്ങളിലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നിപ്പം തങ്കരഥത്തിലാണ് ഈ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നത്. ആൾക്കാർ വളരെ വ്രതം വരുന്ന 7 ദിവസം വ്രതം വരുന്ന വളരെ പരിപാവനമായ മനസ്സോടുകൂടിയാണിത് രഥം വലിച്ചു കൊണ്ടുപോകുന്നത്. അതും ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ മാത്രം കരിക്കകത്ത് മാത്രം കാണാൻ കഴിയുന്നൊരു പുറത്തെഴുന്നള്ളത്ത് രീതിയാണ്. ഈ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് പൊങ്കാല. പൊങ്കാലയ്ക്ക് സാധാരണ ഇതിലൊരു 10 മണി 10:30 മണി ആ സമയത്തായിരിക്കും അടുപ്പ് കത്തിക്കുന്നത്. ഉദ്ദേശം 2 മണി 2:15 മണി ആ ഒരു സമയത്ത് പൊങ്കാല തർപ്പണമായിരിക്കും. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടെ ഒരു വ്യത്യാസം. ഇപ്പോൾ ആറ്റുകാലാണെങ്കിൽ കുത്തിയോട്ട പാട്ടുകാർ, കുത്തിയോട്ട ആശാനും തോറ്റമ്പാട്ട് ആശാനും ഒക്കെയാണ് ഈ പൊങ്കാല പണ്ടാരടുപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങളും അത് നോക്കി നടത്തുന്നതൊക്കെ. ശാന്തക്കരുവേദ കത്തിച്ചു കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം നടത്തുന്ന അവരാണ്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്.
ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ തോറ്റമ്പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്ന അങ്ങനെ ഒരു സമ്പ്രദായത്തിലുള്ളതാണ്. തന്ത്രി ആണ് പൊങ്കാലയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതും കുറച്ച് താന്ത്രികമായ വശങ്ങൾ അതിൽ ചേർത്തുകൊണ്ട്, വെറുതെ ഒരു ഇതല്ലാതെ വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ആയിക്കൂടാ എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ആ സമയമായി കഴിഞ്ഞാൽ വന്ന് നേരത്തെ എല്ലാം പൊങ്കാലയ്ക്ക് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കും. ഒരു വലിയൊക്കെ കെട്ടിത്തിരിച്ച് ശുദ്ധമാക്കി വെച്ചിരിക്കും. ചാണകമൊക്കെ തളിച്ച് അടുപ്പെല്ലാം കൂട്ടിയൊക്കെ വെച്ചിരിക്കും. അവിടെ വന്ന് പുണ്യാഹമൊക്കെ തളിച്ചിട്ട് ആ സമയമാകുമ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ ഹോമകുണ്ടത്തിന് ഹോമം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുണ്ടസംസ്കാരം എന്ന് പറഞ്ഞൊരു ക്രിയയുണ്ട്. അതേ സംഗതിയെ വളരെ കുറച്ച് ചുരുക്കിയിട്ട്, ഒരുപാട് വിസ്തരിക്കാണ്ട് വളരെ ചുരുക്കിയിട്ട് ആ അടുപ്പിനെ ഒരു ഹോമകുണ്ടമായി കണ്ട് തന്നെയാണ് തീ കൊളുത്തുന്നത്. ആ കുണ്ടസംസ്കാരം, ചെറിയ രീതിയിൽ കുണ്ടസംസ്കാരം അടുപ്പിന് ചെയ്തിട്ട് പിന്നെ ഗണപതിക്ക് ഒരു വിളക്കത്ത് ഒരു നൈവേദ്യമൊക്കെ നടത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത്. തന്ത്രി അദ്ദേഹം തന്നെയാണ് അത് ചെയ്യുന്നത്. അതും ഒരു ഹോമകുണ്ടത്തിൽ നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് നിവേദിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണത്. വളരെ വളരെ നല്ലതായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളിടത്തുനിന്നും കാണുന്നൊരു വ്യത്യാസം അത് തന്നെയാണ് കരിക്കാത്ത പൊങ്കാലയ്ക്ക്. ഗുരുനാഥരെയും കാത്തിടേണം അച്ഛനമ്മ, ഗുരുനാഥരെയും കാത്തിടേണം. കാളി കാളി മഹാകാളി എന്ന ശ്ലോകം ചൊന്ന നേരം കരിക്കകം ക്ഷേത്രവുമായിട്ട് എനിക്കുള്ള ബന്ധത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്നുള്ള അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരനുഭവമാണത്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഏകദേശം 23 വർഷം കഴിഞ്ഞു. 23 വർഷമായി. അപ്പോൾ ആ വന്ന സമയത്ത് അവിടെ ഈ ഉത്സവത്തിന് പൊങ്കാല തളിക്കാൻ വേണ്ടിയിട്ട് പോയൊരു വ്യക്തിയാണ് ആദ്യം. എൻ്റെ ആ ക്ഷേത്രത്തിലെ എൻട്രി അങ്ങനെയാണ്. അവിടുന്ന് പിന്നെ ഉണ്ണിയപ്പവും അരവണയും, അന്ന് കിലോയ്ക്ക് 10 രൂപയാണ്. ഈ ഉണ്ണിയപ്പവും അരവണയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നീട് വിശേഷാവസരങ്ങൾ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നീട് കീശാന്തിമാർ അവധി എടുക്കുമ്പോൾ മുട്ടുശാന്തിക്കാരനായിട്ട് പോയി. പിന്നീട് ഒരു വേക്കൻസി വന്നപ്പോൾ അവിടെ കീശാന്തിയായിട്ട് കയറി. 2 കൊല്ലം കീശാന്തിയായിട്ട് ഇരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജിവെച്ചിട്ടിറങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ തിരികെ വിളിച്ചു. വീണ്ടും പോയി. 2 കൊല്ലമായിരുന്നു. പിന്നെ ഇറങ്ങി. പിന്നെ ഒരു 2-3 വർഷം മേശാന്തിയായിട്ട്, 2 കൊല്ലം മേശാന്തിയായിട്ട് അപേക്ഷിച്ചു. കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2014-15 ഞാൻ ആറ്റുകാല മേശാന്തിയാവുന്നത്. ആറ്റുകാല മേശാന്തിയായിട്ട് ഇരിക്കുമ്പോഴാണ് കരിക്കത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഭഗവതിമാരുടെയൊക്കെ അല്ലെങ്കിൽ ആ കരിക്കത്തമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. കർക്കിടകം 31 ആറ്റുകാലിലെ ചാവി കൈമാറിയിട്ട്, ശ്രീകോവിലിൻ്റെ താക്കോല് അടുത്ത മേശാന്തിക്ക് കൈമാറിയിട്ട് ഞാൻ നേരെ വരുന്നത് ചിങ്ങം 1-ാം തീയതി കരിക്കം ഭഗവതിയുടെ മേശാന്തിയായിട്ട് സ്ഥാനമെടുക്കാനാണ്. ഇതിൽ പരം ഒരു അനുഗ്രഹം വേറൊന്നും കിട്ടാനില്ല. അത്രയും ഒരു വലിയ ഭഗവതിയുടെ അടുത്ത് നിന്ന് മറ്റൊരു വലിയ ഭഗവതിയുടെ അടുത്ത് ഒരു പൊങ്കാല തളിക്കാൻ വേണ്ടി പോയിട്ട് അവിടുത്തെ മേശാന്തി എന്ന നിലയിലുള്ള സേവനവും, അവിടെ ശാന്തി കഴിച്ചിരുന്ന നല്ല പേരെടുത്ത മേശാന്തിമാരിൽ എൻ്റെ പേരും പലരും പറഞ്ഞത് കേൾക്കാനുമുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിൽ പരം ഒരു സന്തോഷം വേറെയില്ല. ഇനിയിപ്പോൾ ശബരിമലയിൽ മേശാന്തിയായി കിട്ടിയാൽ സന്തോഷം ഉണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. അതൊന്നും പക്ഷേ കരിക്കാത്ത മേശാന്തിയായിട്ട് ഇരിക്കാൻ ലഭിച്ച ആ ഭാഗ്യത്തിന് തുല്യമായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. അത്രയും ആ ഭഗവതിയോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റുണ്ട്, കരിക്കാത്ത ഭഗവതിയോട്. പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവനക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും മോശം പറയാനില്ല. വളരെ നല്ല കമ്മിറ്റിക്കാരാണ്. ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവനും അല്ലാതെയുള്ള ആസ്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രശസ്തി, ഇതൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റെല്ലാ ക്ഷേത്രക്കാർ, ആ കമ്മിറ്റിക്കാരും മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ഇവരുടെ കുറേ
അനുകരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല പരിസരവാസികൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഭൂരിഭാഗം ആ ചുറ്റുമുള്ള ആൾക്കാർ കഴിയുന്നത്. ആ ക്ഷേത്രം അവരുടെ എല്ലാ കാര്യങ്ങളും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജീവനക്കാരും അതുപോലെ തന്നെയാണ്. ഭഗവതിയോട് ഭയങ്കര ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ഉള്ള ജീവനക്കാരാണ്. പിന്നെ മേശാന്തിയായിട്ട് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ കരിക്കകത്തും അതിനോടൊപ്പം നിൽക്കുന്ന അമ്പലങ്ങളിലും അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന, അതായത് തിരക്കിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലും അതിനേക്കാൾ താഴെ നിൽക്കുന്ന ക്ഷേത്രങ്ങളിലുമൊക്കെ ശാന്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മേശാന്തി എന്ന നിലയ്ക്ക് കരിക്കകത്ത് പൂജ കഴിക്കാൻ പറ്റുന്നത് പോലൊരു സൗകര്യം മറ്റൊരിടത്തും വേറെ എവിടെയും മോശമാണെന്ന് അതിനൊരു അഭിപ്രായമില്ല. പക്ഷെ ആ ഒരു സൗകര്യം മറ്റ് എവിടെയും കിട്ടിയിട്ടില്ല. കാര്യം മേശാന്തി പൂജ കഴിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിന് ബാക്കി സമയത്ത്, മേശാന്തിക്ക് ബാക്കി സമയത്ത് സ്വസ്ഥമായിട്ട് പൂജ കഴിക്കുക, സ്വസ്ഥമായിട്ട് പുഷ്പാഞ്ജലി ചെയ്യുക. അതിനപ്പുറം ഒരു കാര്യങ്ങളിലും മേശാന്തി ഇൻവോൾവ്ഡ് ആവണം എന്ന് ഇല്ല. വേണമെങ്കിലാകാം, അർച്ചന പ്രസാദം കൊടുക്കുകയോ അല്ലെങ്കിൽ ചരടി ജപിച്ച പ്രസാദം കൊടുക്കുകയോ എന്ത് വേണേൽ ആകാം, ഒന്നിനും വിലക്കൊന്നുമില്ല. പക്ഷേ അതൊക്കെ മേശാന്തി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മേശാന്തിക്ക് പൂജ കഴിക്കാം, പുഷ്പാഞ്ജലി കഴിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. മറ്റൊന്നിൻ്റെയും പുറകിന് പോകേണ്ട കാര്യമില്ല. താല്പര്യമുള്ളവർക്ക് പോകാം, അത് പാടില്ല എന്നൊന്നുമില്ല. ഇല്ല ജപവും കാര്യങ്ങളുമായിട്ടിരിക്കണം എന്നുള്ളവർക്ക് അതിനും ഇരിക്കാം. എന്തുകൊണ്ട് അതിന് വന്നില്ല എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ല. സ്വസ്ഥമായിട്ട് പൂജ കഴിക്കാനുള്ളൊരു സൗകര്യം കരിക്കാത്തതുണ്ട്. അത് മറ്റൊരു ക്ഷേത്രത്തിലും അത്രയും എല്ലാ ക്ഷേത്രത്തിലും സൗകര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇവിടെ കിട്ടുന്നതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യവും ഒരു സൗകര്യം മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രധാന കാരണക്കാരൻ ആ ക്ഷേത്രത്തിലെ തന്ത്രി തന്നെയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് തന്നെ ആകണം. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർമന, തൃപ്പൂണിത്തുറ പുലിയന്നൂർമന നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം അവിടുത്തെ സിസ്റ്റങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധബുദ്ധി കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ അത്രയും ഭംഗിയായിട്ട് പോകുന്നത്. അതിൻ്റെ ഐശ്വര്യം അദ്ദേഹത്തിനുമുണ്ട്. അവിടെ ശാന്തി കഴിക്കുന്ന മേശാന്തിമാർക്കും അല്ലെങ്കിൽ ഗിശാന്തിമാർക്കും എല്ലാവർക്കും, എല്ലാ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഐശ്വര്യവും അനുഗ്രഹവും കിട്ടുന്നുണ്ട്. പുഞ്ചിരിക്കും തമ്പുരാട്ടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ രക്തയാമണ്ടി നടയും ബാലയാമണ്ടി നടയെല്ലാം ഇപ്പം ബാലാലയത്തിലാണ് ക്ഷേത്രം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 25 എൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ്. രക്തയാമണ്ടി, ബാലയാമണ്ടി, പിന്നെ ശ്രീധർമ്മശാസ്ത്ര ഇവരുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ്. എല്ലാ ഭക്തരും കരിക്കാത്തമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിനും ആ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനും എല്ലാ ദേവീ ഭക്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷം, അടുത്ത കരിക്കകം പൊങ്കാല വരെയും വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ അമ്മയെയും അച്ഛനമ്മ ഗുരുനാഥരെയും കാത്തിടേണം. അച്ഛനമ്മ ഗുരുനാഥരെയും കാത്തിടേണം. എന്നെ പൈതങ്ങളെയും അവരുടെ അമ്മയെയും അച്ഛനമ്മ ഗുരുനാഥരെയും കാത്തിടേ